ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതല്ല കേട്ടോ. മിക്ക വീഡിയോസിലും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. എൻ്റെ മിക്ക വീഡിയോയിലും ഇൻട്രോയ്ക്ക് പകരം ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഇത് തന്നെ ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പനി പിടിച്ചൊരു ദിവസം എടുത്തൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ രാവിലെ തന്നെ പനിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടല്ല കഞ്ഞി കുടിക്കുന്നത്. കഞ്ഞി മാത്രമേ കുടിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഞ്ഞി കറിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കോൾ എടുത്തു. കോൾ വേറെ ഒന്നും അല്ലായിരുന്നു, ആമസോണിൽ നിന്നായിരുന്നു. ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്ന് വരുമെന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മേടിക്കുന്നതും പൊട്ടിക്കുന്നതും ഒക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടിയ ആക്രാന്തത്തിൽ അതെല്ലാം മറന്നുപോയി. അങ്ങനെ ഞാൻ കിട്ടിയ പാടെ തന്നെ എല്ലാം പൊട്ടിച്ച് നോക്കിയിട്ട് വീണ്ടും ഒന്നേന്നും പറഞ്ഞ് ഒട്ടിച്ച് വെച്ചേക്കുവാണ്. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ താണ്ടെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ തുറക്കുന്നതൊക്കെ കണ്ടാത്തൊന്നും ഞാൻ ആദ്യം ഇങ്ങനെ തുറന്ന് നോക്കുവാന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, മുന്നേ തന്നെ തുറന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ വലിച്ച് തുറക്കുന്നത്. അങ്ങനെ നല്ല പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും വേഗം കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഓർഡർ ചെയ്ത സമയത്ത് തന്നെ ബുധനാഴ്ച വരും എന്ന് എൻ്റെ അത് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ആമസോണിൽ പിന്നെ വലിയ ഡിലേ ഒന്നും വരത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും കറക്റ്റ് ഡെയിലി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബോക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരുപാട് വലിയ സാധനമെന്ന് വിചാരിക്കും. ഒന്നുമല്ല, ദാണ്ടേ ഈ രണ്ട് കുഞ്ഞു സാധനങ്ങളാണ്. വേറെ ഒന്നുമല്ല കേട്ടോ, രണ്ട് ലിപ്സ്റ്റിക്കാട്ടോ. അപ്പോൾ ഏതൊക്കെ ബ്രാൻഡാണെന്ന് എല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ ആയിട്ടേ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നേ. അപ്പോൾ ആദ്യം ഈ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്ത് പണി കിട്ടിയ ഒരു ഐറ്റത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് ഒരു ഷുഗറിൻ്റെ ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഷെയ്ഡ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഡാസ്ലറുമായിട്ട് മിക്സ് ചെയ്തിട്ടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഡാസ്ലർ യൂസ് ചെയ്തിട്ട് നല്ല അസലായിട്ട് പണി കിട്ടിയ ഒരാളാണ് ഞാൻ. ഇറങ്ങിയ സമയത്ത് ഡാസ്ലിൻ്റെ ആ ഒരു ഷെയ്ഡിന് നല്ല ഹൈപ്പായിരുന്നു. ഒരുപാട് പേര് ആ സമയത്ത് മേടിച്ച് യൂസ് ചെയ്ത് ഞാൻ കുറേ വീഡിയോസൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കത് യൂസ് ചെയ്യുമ്പം സ്കിന്നൊന്ന് ബ്രൈറ്റായ ഫീലൊക്കെ തോന്നും. ചുണ്ട് ബ്രൈറ്റായെന്ന് ഞാൻ പറയാൻ വന്നത്, ചുണ്ടല്ല, സ്കിന്നൊന്ന് ബ്രൈറ്റായ ഫീലൊന്നും തോന്നും. പിന്നെ നല്ലൊരു ഷെയ്ഡായിരുന്നു, കാരണം സ്കിന്നിൽ ഇട്ടാൽ എല്ലാ സ്കിൻ ടോണിനും ചേരുമെന്നും പറഞ്ഞിട്ടായിരുന്നു അന്ന് ഞാനത് മേടിച്ചത്. പിന്നെ കണ്ടിന്യൂസ് ഇട്ടാൽ അത് ലിപ്പ് ഡാർക്കൺ ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ലോങ് സ്റ്റേ ആണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ഹൈഡ്രേറ്റിംഗ് കംഫർട്ട് ആൻഡ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനി യൂസ് ചെയ്ത് നോക്കണം. പിന്നെ ഈ കണ്ടപ്പോഴത്തേക്ക് പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ മിനി വെർഷനും ഉണ്ട്, ഞാനത് എടുത്തില്ല. മിനി എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് കുഞ്ഞിതായിരിക്കും, നമ്മുടെ വിരലിൻ്റെയൊക്കെ പകുതിയേ ഉള്ളൂ. ഞാൻ റിവ്യൂസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ പിന്നെ ഇത് തന്നെ എടുത്തു. കുറേ പേര് ഇതിനെപ്പറ്റി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഇത് തന്നെ ഫിക്സ് ചെയ്തു. പിന്നെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ മൈഗ്ലാമിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഷെയ്ഡ് നെയിം ഞാൻ മറന്നുപോയി. പക്ഷേ ഉണ്ടല്ലോ, വീഡിയോയിൽ കണ്ടണക്കൊന്നും അല്ല, യൂസ് ചെയ്തപ്പോഴത്തേക്കാണ് മനസ്സിലായത് അത് അങ്ങനെ യൂസ് ചെയ്യാൻ കൊള്ളത്തില്ല. ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡുമായിട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇടാനാണ് നല്ലത്. അത് കൂടുതൽ പേരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ അതുപോലെ തന്നെ ഇടാതെ മിക്സ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ പിന്നെ കുറച്ചെടുത്തിട്ട് മാത്രം ഇടാൻ വേണ്ടിയിട്ടാണ് നല്ലത്. അങ്ങനെ അത്ര ഡാർക്കണായിട്ട് ഇടാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എന്തായാലും അതിനൊക്കെ ശേഷമാണ് പിന്നെ ഈ രണ്ട് ഐറ്റംസ് മേടിക്കുന്നത്. ഇതിന് യൂസ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു തരാം ഇതെങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞതൊക്കെ പാക്കേജിങ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഞാനത് മൺഡേ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെനസ്ഡേ എനിക്ക് കിട്ടുകയും ചെയ്തു. ആമസോണിൽ പിന്നെ വലിയ ഡിലേ വരത്തില്ലല്ലോ. അങ്ങനെ എന്തായാലും പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാക്മി വരുന്നതെന്ന് വെച്ചാൽ 5.6 ml അതുപോലെ തന്നെ ഫേസസ് കാനഡയുടേത് 3.8 ml ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും രണ്ടും കൊള്ളാം, കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി. ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം ഇത് എങ്ങനെ ഉണ്ടെന്നൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ജസ്റ്റ് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. നല്ല വെട്ടം കുറവാട്ടോ. ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒട്ടും വെട്ടമില്ല. അകത്തെ ലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അകത്തെ ലൈറ്റിൽ കാണുന്നൊരു നിറം ആയിരിക്കത്തില്ല. അതുകൊണ്ട് മാക്സിമം ലൈറ്റുള്ളൊരു ഭാഗത്ത് ഞാൻ പുറത്തുനിന്ന് നിൽക്കുവാണ്. നല്ല രീതിയിൽ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കാണുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നന്നായിട്ട് ഇരുട്ട് നിൽക്കുവാണ്. എങ്കിലും ഞാൻ മാക്സിമം വെട്ടമുള്ളത് നോക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാട്ടോ ഫേസസ് കാനഡയുടെ ആ ഒരു ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഷെയ്ഡ് നെയിമും കൂടി ഞാനിങ്ങ് പറഞ്ഞേക്കാം. ഇത് ഷെയ്ഡ് വരുന്നത് ഫേസസ് കാനഡയുടെ നോട്ട് ടു സെൽഫ് 07 എന്നുള്ള ഷെയ്ഡാട്ടോ ഇത്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഷെയ്ഡ്. ഇനി അടുത്ത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ലാക്മിയുടെ ഒരു ഷെയ്ഡാട്ടോ. അതൊന്ന് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് ആ ഒരു ഷെയ്ഡെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ആദ്യമേ പറഞ്ഞേക്കാം. ഇതാണ് ലാക്മിയുടെ ന്യൂഡ് ട്വിസ്റ്റ് എന്ന് പറയുന്ന ഷെയ്ഡ്, അതായത് NUDETWIST 19 ന്യൂഡ് ട്വിസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ കുറേ നാൾ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ്. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിതിൽ ഒരെണ്ണം നോക്കിയിട്ട് റിട്ടേൺ ചെയ്യുന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഉണ്ടല്ലോ, കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഒന്നും റിട്ടേൺ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്ക് രണ്ടും ഇഷ്ടമായി. ഞാനിത് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ആദ്യമായിട്ടാണ് ഒരു ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട് ഇത്രയും സാറ്റിസ്ഫൈഡ് ആവുന്നത്. അതായത് സാറ്റിസ്ഫൈഡ് ആവുന്നതെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു കളർ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഷെയ്ഡ് വരുന്നത്. മുകളിലുള്ളത് ഫേസസ് കാനഡയുടെ നോട്ട് ടു സെൽഫ് 07ഉം മറ്റത് ലാക്മിയുടെ ഷെയ്ഡുമാണ്. അപ്പോൾ ഇതൊക്കെ 2 ഷെയ്ഡാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടമായി. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളി ഷെയ്ഡായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് ഒരെണ്ണം റിട്ടേൺ ചെയ്യേണ്ടി വരുമെന്നൊക്കെയാണ്. പക്ഷേ എന്തായാലും അതിൻ്റെ ആവശ്യം വന്നില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏതാ ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപടി കുറച്ചും കൂടി ഇഷ്ടമായത് ഫേസസ് കാനഡയുടെ ഷെയ്ഡ് തന്നെയാണ്. കാരണം അത് നല്ല കുറച്ചും കൂടി ഒരു ബ്രൗൺ ഷെയ്ഡാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ 2 മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ അതിനേക്കാളും ഒരു ഇച്ചിരി കൂടി ലൈറ്റർ ഷെയ്ഡാണ് ലാക്മിയുടെ ഷെയ്ഡ് വന്നിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.